വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ LGSന് ഏതൊക്കെ ടോപ്പിക്കുകൾ, ഹോട്ട് ടോപ്പിക്സുകൾ നിങ്ങൾ നിർബന്ധമായും പഠിക്കണം എന്നുള്ള ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അല്ലെ, ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ കുറേയധികം ടോപ്പിക്കുകളെ കുറിച്ച് ടീച്ചർ പറയണ്ടായി. അപ്പൊ അത്തരം ടോപ്പിക്കുകളിൽ, അത്തരം ഹോട്ട് ടോപ്പിക്സുകളുടെ പഠനമാണ് നമ്മൾ ഇനി നടത്താനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ എന്താ പറയാ, സിലബസ് ഒരുവിധം കംപ്ലീറ്റ് ചെയ്ത് വെച്ചു. SCRT പഠനം നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ നിങ്ങൾ റിവിഷൻ ചെയ്യുന്നുണ്ടാവും. ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഇടയ്ക്ക് ഹോട്ട് ടോപ്പിക്സ് ഒന്നും കൂടി നമ്മൾ റിവൈസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ വളരെയധികം നന്നാവും. അപ്പൊ ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാട്ടോ നമ്മൾ പഠിക്കാൻ പോണേ. ആദ്യത്തെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനെ കുറിച്ച്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചുരങ്ങളെ കുറിച്ച്. അപ്പൊ ഇന്ത്യൻ ജോഗ്രഫിയിൽ ഇന്ത്യയുടെ ഭൂപ്രകൃതി എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ആ ഭൂപ്രകൃതി വിഭാഗത്തിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ചുരം എന്ന് പറയുന്നത്. ഈ ചുരങ്ങളുമായി ബന്ധപ്പെട്ടും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ചോദിച്ച ഒരു ചോദ്യമാണ്. ടീച്ചർ പറയാം. അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏത് ശരി എന്നാണ് അവർ ചോദിച്ചത്. എന്നിട്ട് തന്നിരിക്കുന്ന ഓപ്ഷൻ ഏതൊക്കെ അറിയോ? 93 ഒക്ടോബർ 12 ഇന്ത്യ ഗവൺമെന്റ് മനുഷ്യാവകാശ കമ്മീഷനെ നിയമിച്ചു. ശരിയാണ്. 1993 ഒക്ടോബർ മാസം 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ ഇന്ത്യ ഗവൺമെന്റ് നിയമിക്കുന്നത്. അടുത്തത് മനുഷ്യാവകാശ കമ്മീഷനിലെ അതായത് ഒരു ചെയർപേഴ്സണും 5 സ്ഥിര അംഗങ്ങളുമുണ്ട്. അടുത്തത് അതാണ്, ഒരു ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും. ചെയർപേഴ്സൺ ഒരാളാണ് കേട്ടോ, ചെയർപേഴ്സൺ ഒരാളാണ്. പിന്നെ 5 സ്ഥിര അംഗങ്ങളുമുണ്ട്. ആ ഉത്തരവും ശരിയാണ്. അടുത്തത് ആദ്യത്തെ ചെയർമാൻ ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവര് ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ജസ്റ്റിസ് രംഗനാഥ മിശ്ര. അപ്പൊ ഈ 3 ഓപ്ഷനുകളും ശരിയാണ്. അടുത്ത ഓപ്ഷൻ എന്താ അറിയോ നിങ്ങൾക്ക്? പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നതിന് കമ്മീഷന് അധികാരമുണ്ട്. അത് തെറ്റാണ്. പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ കമ്മീഷന് എന്താ പറയാ, അവകാശമില്ല. അപ്പൊ നമുക്ക് അതിനെ കുറിച്ചൊന്ന് പഠിച്ചാലോ? നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനെ കുറിച്ച്. പരാതികളുടെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കാനും നടപടികൾക്ക് ശുപാർശ ചെയ്യാനും മാത്രമേ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന് സാധിക്കൂ. കേസെടുക്കാൻ അതിന് അധികാരമില്ല. അതുകൊണ്ടാണ് നമ്മുടെ നാലാമത്തെ ഓപ്ഷൻ തെറ്റായത്. 1993 ഒക്ടോബർ മാസം 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത്. എന്നാൽ 1993 സെപ്റ്റംബർ മാസം 28 മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നു. ഈ നിയമം അനുസരിച്ചാണ് 93 ഒക്ടോബർ 12 എന്തു ചെയ്തത്? നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന സംഘടന രൂപീകരിച്ചത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർപേഴ്സൺ ഉൾപ്പെടെ, അതായത് ഒരു ചെയർപേഴ്സണും 5 സ്ഥിര അംഗങ്ങളും, അപ്പൊ ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളും 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളുമുണ്ട്. 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളുമുണ്ട് എന്ന് ഓർത്തുവെക്കാം. ക്ലിയർ ആയോ? ആ 5 അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് പഠിക്കണം. ചെയർപേഴ്സൺ ആര് എന്നും പഠിക്കണം. ഈ ചെയർപേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ ആരാണ്? സുപ്രീം കോർട്ടിൽ നിന്നുള്ള ഒന്നുകിൽ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം, അല്ലെങ്കിൽ ആരായിരിക്കണം? ജഡ്ജ് ആയിരിക്കണം. ആര്? നമ്മുടെ ഹ്യൂമൻ റൈറ്റ് കമ്മീഷണർ ട്ടോ. അതായത് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ഇനി അടുത്ത അംഗങ്ങൾ ആരൊക്കെയാണ്? സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജി ഉണ്ടാവണം. സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജി ഉണ്ടാവണം ട്ടോ. അല്ലെങ്കിൽ എന്തായിരിക്കാം? ചീഫ് ജസ്റ്റിസ് ആയിരിക്കാം. ആരെങ്കിലും ഒരാൾ ഉണ്ടാവണം. ഇനി അടുത്തതോ, ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ഒരു ജഡ്ജോ ഉണ്ടായിരിക്കണം. മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറിവോ പ്രായോഗിക പരിചയമോ ഉള്ള
3 അംഗങ്ങൾ ഉണ്ടായിരിക്കണം. ആരാ? അപ്പൊ ഇത് ചെയർമാനായി 1 2 അല്ലെ, 2 3 5, 5 6 അപ്പൊ ഈ 3 അംഗങ്ങളിൽ ഒരംഗം ആരായിരിക്കണം? വനിതയായിരിക്കണം. ക്ലിയർ ആയോ? അപ്പൊ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവിയിലുള്ള ഒരാളായിരിക്കണം ചെയർപേഴ്സൺ അല്ലെ, കമ്മീഷൻ ചെയർപേഴ്സൺ. കൂടാതെ സുപ്രീം കോടതിയിലെ ജഡ്ജി അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജിയായ ഒരംഗം, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിയായ ഒരംഗം, മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറിവോ പ്രായോഗിക പരിചയമോ ഉള്ള വ്യക്തികളിൽ നിന്ന് 3 അംഗങ്ങൾ, അതിലൊരാൾ വനിതയായിരിക്കണം. ഇനി എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ 7 ആരൊക്കെയാണത്? ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ചെയർമാൻ, ദേശീയ ന്യൂനപക്ഷ വിഭാഗ കമ്മീഷന്റെ ചെയർമാൻ അല്ലെ, ചെയർപേഴ്സൺ, ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടിക വർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ ചീഫ് കമ്മീഷണർ. ഇത്രയും ആൾക്കാർ. അപ്പൊ എത്രയായി? 1 2 3 4 5 6 7 പേരായില്ലേ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ. ഇത്രയും ആൾക്കാരാണ് കമ്മീഷനിൽ ഉണ്ടാവേണ്ടത് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇതിൽ ഓപ്ഷനിൽ കൊടുത്തു ആദ്യത്തെ എന്താ പറയുന്നത്, നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ രംഗനാഥ മിശ്രയാണെന്ന് അവർ പറഞ്ഞു അല്ലെ. രണ്ടാമത്തെ ആള് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റിസ് MN വെങ്കിടാചെല്ലയ്യ രണ്ടാമത്തെ ആളാണ് കേട്ടോ. വെങ്കിടാചെല്ലയ്യ രണ്ടാമത്തെ ആളാണ്. ക്ലിയർ ആയില്ലേ? ഇനി ലാസ്റ്റത്തെ ഇപ്പോഴത്തെ 14ാമത്തെ ആളാണ് ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യൻ. ക്ലിയർ ആയോ? ഇദ്ദേഹത്തിന് മുമ്പ് കുറച്ചു നാള് വിജയഭാരതി സയാനി ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിട്ടുണ്ടായിരുന്നു. അവർക്ക് മുമ്പ് കുറച്ചു നാള് അരുൺ കുമാർ മിശ്രയായിരുന്നു. അരുൺ കുമാർ മിശ്ര 2021 മുതൽ 24 വരെ അരുൺ കുമാർ മിശ്ര ഉണ്ടായിരുന്നു. 24-ൽ ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിട്ട് കുറച്ചു നാള് വിജയഭാരതി വന്നു. അതിനുശേഷം 24-ൽ തന്നെ V രാമസുബ്രഹ്മണ്യം എന്താണ് ചെയർപേഴ്സൺ ആയിട്ട് അപ്പോയിന്റ് ചെയ്തു. അപ്പൊ ഇത്രയാണ് എന്ത് പഠിക്കാനുള്ളത്. നമ്മുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനെ കുറിച്ച് ഒരു ചോദ്യം വന്നു. ആ ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞു തന്നു എന്ന് മാത്രം. ഈ ചോദ്യങ്ങളൊക്കെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ നമ്മൾ ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്ന ഗണത്തിൽ പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെയായാലും പഠിക്കുക കേട്ടോ. അടുത്ത ഒരു ചോദ്യം നമുക്ക് പഠിക്കാം. അടുത്തൊരു ചോദ്യം എന്താ അറിയോ മക്കളെ? ഉത്തരപർവ്വത മേഖലയിൽ എവിടെയാണ്? ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശ് ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ചുരമേത് എന്നുള്ളതാണ് ചോദിച്ചത്. എന്താണ് ചോദിച്ചത്? ഉത്തരപർവ്വത മേഖലയിലുള്ള ഹിമാചൽ പ്രദേശ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരത്തിന്റെ പേര് ഷിപ്കില ചുരം എന്നാണ്. ഷിപ്കില ട്ടോ. അപ്പോ എന്താണ്? ഉയരമുള്ള പർവ്വതങ്ങൾക്ക് കുറുകെയുള്ള പ്രകൃതിദത്തമായ വിടവുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ചുരങ്ങൾ എന്ന് വിളിക്കുന്നത് ട്ടോ. അപ്പോ ഉത്തരേന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്ന് വിളിക്കുന്നത് ബോലൻ ചുരത്തെയാണ്. ബോലാൻ ചുരമാണ് ഉത്തരേന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്ന് വിളിക്കുന്നത്. ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ലഡാക്കിനെയാണ്. ചുരങ്ങളുടെ നാട് എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? ലഡാക്കിനെയാണ്. ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നും ബോലാൻ ചുരത്തെ വിശേഷിപ്പിക്കുന്നു. ഉത്തരേന്ത്യയിലേക്കുള്ളതും ഇന്ത്യയിലേക്കുള്ളതുമായിട്ടുള്ള പ്രവേശന കവാടം ബോലാൻ ചുരമാണ്. കേരളത്തിലേക്കുള്ള കവാടം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ, കേരളത്തിലേക്കുള്ള പ്രവേശന കവാടം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ പാലക്കാട് ചുരം പറയും.
ചുരങ്ങളുടെ നാട് എന്താന്ന് പറഞ്ഞു? ലഡാക്ക് ആണ് എന്ന് പറഞ്ഞു അല്ലെ. ഇനി നമ്മൾ പ്രധാനപ്പെട്ട സ്ഥിരമായി ചോദിക്കാറുള്ള കുറച്ച് ചുരങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. ഒന്ന് നാഥുല ചുരം. നാഥുല ചുരം സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. നാഥുല സിക്കിം, ടിബറ്റ് എന്നീ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാഥുല ചുരം. അടുത്ത ചുരത്തിന്റെ പേര് സോജില എന്നാണ്. എന്താണ് അടുത്ത ചുരം? സോജില ചുരം ട്ടോ, സോജില. അപ്പൊ സോജില ചുരം എന്തിനെയൊക്കെ ബന്ധിപ്പിക്കുന്നു എന്ന് പഠിക്കുക. സോജില ചുരം ബന്ധിപ്പിക്കുന്നത് ശ്രീനഗർ, കാർഗിൽ. അപ്പൊ ശ്രീനഗർ, കാർഗിൽ തുടങ്ങിയവയെ ബന്ധിപ്പിക്കുന്നു സോജില ചുരം. ശ്രീനഗർ, കാർഗിൽ തുടങ്ങിയവയെ ബന്ധിപ്പിക്കുന്നു സോജില ചുരം. ക്ലിയർ ആയോ? ഇനി അടുത്തത് ലിപ്പു ലേക്ക്. അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്. ലിപ്പു ലേക്ക് എന്ന് പറയുന്ന ചുരം ഇത് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. ഉത്തരാഖണ്ഡ്, ടിബറ്റ് എന്നിവയെ ബന്ധിപ്പിക്കുന്നു ലിപ്പു ലേക്ക്. ഏതാണ്? ലിപ്പു ലേക്ക്. ഇനി അടുത്തത് നമ്മളോട് ചോദിക്കാറുണ്ട് ഖാർതുങ്ല ചുരം. ഖാർതുങ്ല എന്താണ്? ഖാർതുങ്ല ലേ സിയാച്ചിൻ തുടങ്ങിയവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഏതാണ്? ഖാർതുങ്ല. അപ്പൊ ലിപ്പു ലേഖല, ഉത്തരാഖണ്ഡ്, ടിബറ്റ്, ഖാർതുങ്ല, ലേ സിയാച്ചിൻ, നാഥുല സിക്കിം, ടിബറ്റ്, സോജില ശ്രീനഗർ, കാർഗിൽ. ഇനി അടുത്തത് ബോധില. ഏതാണ്? ബോധില ചുരം എന്തിനെയാണ്? അരുണാചൽ, ടിബറ്റ്. എന്തിനെയാണ്? അരുണാചൽ, ടിബറ്റ് തുടങ്ങിയവയെ ബന്ധിക്കുന്നു ബോധില ചുരം. ഏതാണ്? ബോധില ചുരം എന്ന് ഓർക്കുക. ഇനി അടുത്തത് ജലപ്ല. ഏതാണ്? ജലപ്ല മക്കളെ. ജലപ്ല സിക്കിമിനെയും ലാസയെയുമാണ് ബന്ധിപ്പിക്കുന്നത്. സിക്കിം, ലാസ ഏതാണ്? ജലപ്ല ആണ് സിക്കിം, ലാസ. ഇനി നമ്മൾ രണ്ടെണ്ണം കൂടെ പഠിക്കണം. ഒന്നിന്റെ പേര് താൽഘട്ട് എന്നാണ്. താൽഘട്ട് നാസിക്കിനെയും മുംബൈയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. നാസിക്, മുംബൈ, താൽഘട്ട്. അടുത്തത് ബോർഘട്ട്. അടുത്തതിന്റെ പേര് ബോർഘട്ട് ആണ്. ബോർഘട്ട് മുംബൈ, പൂനെ, ബോർഘട്ട്. ക്ലിയർ ആയോ? അപ്പൊ നാസിക്, മുംബൈ, താൽഘട്ട്, മുംബൈ, പൂനെ, ബോർഘട്ട്, സിക്കിം, ലാസ, ജലപ്ല, അരുണാചൽ പ്രദേശ്, ടിബറ്റ്, ബോംതില, ലേ സിയാച്ചിൻ, ഖാർതുങ്ല, ഉത്തരാഖണ്ഡ്, ടിബറ്റ്, ലിപ്പു ലേഖ്ല, ശ്രീനഗർ, കാർഗിൽ, സോജില, സിക്കിം, ടിബറ്റ്, നാത്തുല. അല്ലെ? ഹിമാചൽ പ്രദേശ്, ടിബറ്റ്, ബോലാൻ എന്താണ്? ബോലാന്റെ പ്രത്യേകത ഉത്തരേന്ത്യയിലേക്കും ഇന്ത്യയിലേക്കും ഒക്കെയുള്ള പ്രവേശന കവാടം എന്ന് ബോലാനെ വിളിക്കാം. കേരളത്തിലേക്കുള്ള പ്രവേശന കവാടം എന്ന് പാലക്കാടിനെ വിളിക്കാം. ചുരങ്ങളുടെ നാട് എന്ന് എന്തിനെ വിളിക്കാം? ലഡാക്കിനെ വിളിക്കാം. അപ്പൊ രണ്ട് ടോപ്പിക് നമ്മൾ ഭംഗിയായിട്ട് പഠിച്ചു മുന്നോട്ട് പോവാൻ. നമ്മുടെ റിവിഷന്റെ ഇടയിൽ ഇത്തരം ഹോട്ട് ടോപ്പിക്സുകളുടെ പഠനം നിങ്ങൾക്ക് വളരെയധികം ഉപകാരമാവും കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.